കാത്തിരുന്ന് കാണാം. കാര്യങ്ങള് സംസാരിക്കുന്നതിന്റെ ഭാഷ ഇതൊക്കെ എല്ലാവരും മിതത്വം പാലിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകര് പ്രത്യേകിച്ചും മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പൊ ഞാൻ പ്രതികരിക്കുന്നില്ല. ബാക്കി പിന്നീട് പറയാം. അല്ല, അത് മറ്റുള്ള പാർട്ടികളുടെ ആഭ്യന്തര കാര്യമൊന്നും എനിക്കറിയില്ല. ഗ്രൂപ്പ് പ്രശ്നങ്ങളില്ല. പിന്നെ അത് അങ്ങനെ വളച്ചു കെട്ടി കൊണ്ടുവരണ്ട. ഒരു ഗ്രൂപ്പ് പ്രശ്നവുമില്ല. ഇത് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അല്ല. എല്ലാം പാർട്ടി അതെല്ലാം മനസ്സിലാക്കുന്നു. അല്ല, അതെല്ലാം ഞങ്ങളും ഈ രാജ്യത്ത് അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അനിൽ ആന്റണി അറിയാത്ത ആരും കേരളത്തിലില്ല. അനിൽ ആന്റണിയെ അറിയില്ല എന്ന് ജനങ്ങൾ ആരെങ്കിലും പറഞ്ഞതായിട്ട് എനിക്കറിഞ്ഞൂടാ. അനിൽ ആന്റണി മികച്ച സ്ഥാനാർത്ഥിയാണ്. പത്തനംതിട്ടയിൽ ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തായാലും സംശയമില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 3 ലക്ഷം വോട്ട് കിട്ടിയ മണ്ഡലമാണ്. അവിടെ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കും. മികച്ച സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി. അതൊക്കെ നോക്കി നടക്കലാണ് എനിക്ക് ജോലി. ഫേസ്ബുക്കിൽ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ പറയും, അന്വേഷിക്കാം. അല്ലാതെ ആരെങ്കിലും ഒരാൾ ഫേസ്ബുക്കിൽ ഇട്ടത് അന്വേഷിച്ച് കിടക്കാൻ എത്രായിരം അക്കൗണ്ടുകളുണ്ട്. നിങ്ങൾ എല്ലാവരെയും നോക്കുന്നുണ്ടോ? അതൊക്കെ ചുമ്മാ പറയുന്നത്. വേറെ നീ വലിയ വലിയ ഒരു രാഷ്ട്രീയവും നിങ്ങൾക്ക് ചോദിക്കാനില്ല. ഈ ഇത്രയും പ്രസ് ക്ലബ്ബ് മുഖാമുഖത്തിന് വിളിച്ചിട്ട് ഒരു പൊളിറ്റിക്സും ഇല്ല ഞാൻ പറഞ്ഞല്ലോ. അതിനൊക്കെ പാർട്ടി അല്ലല്ല, അങ്ങനെയല്ല. പാർട്ടി ഇതെല്ലാം പരിശോധിക്കും. ഞാൻ പറയാനുള്ളത് എന്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനും ആ ഒരു മിതത്വം പാലിക്കുന്നത്. അത് ഒരേ വിഷയം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ